എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ SCRT 9ാം ക്ലാസ്സിലെ ഒരു ലെസൺ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തിൽ നിന്ന് വരുന്ന ലെസൺ ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. വരുന്ന എക്സാമുകളിൽ റാങ്ക് നിർണയ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അതിൽ ഒരു മാറ്റവുമില്ല. അതേപോലെ രണ്ടാമത്തെ ഒരു ലെസൺ വരുന്നുണ്ട് 9ാം ക്ലാസ്സിലെ തന്നെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളുടെ ഒരു ഒന്നൊന്നര പോയിന്റുകൾ അതിൽ കിടക്കുന്നുണ്ട്. ഒരു ഡിഗ്രി നിലവാരത്തിലടക്കം ഒരു ഉദ്യോഗാർത്ഥി ഈ ലെസൺ പഠിക്കണം. അപ്പൊ നമ്മൾക്ക് ഇന്ന് ഈ ലെസണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട്, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിങ്ങൾ ഇങ്ങനെയുള്ള പോയിന്റുകൾ പഠിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. അത്രമാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡെയിലി നമ്മുടെ ചാനൽ ക്ലാസ്സുകൾ ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾ ആ ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് SCRT നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളൊന്നും ഭരണഘടനയിൽ നിന്ന് മാർക്കൊക്കെ നേടാൻ ധാരാളം മതി. കാട് കയറി പഠിക്കുന്നതിനേക്കാൾ നല്ലത് സിസ്റ്റമാറ്റിക് ആയിട്ട് എവിടെ പോയിന്റുകൾ ഉണ്ടോ വ്യക്തമായിട്ട് അത് പഠിച്ചു മാറ്റുക കേട്ടോ. എങ്കില് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ SCRT എന്തൊക്കെയുണ്ടോ അതെല്ലാം അരിച്ചു കലക്കി അങ്ങോട്ട് പഠിക്കണം. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നോക്കൂ, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന ലെസൺ അല്ലേ. തീർച്ചയായിട്ടും കൂട്ടുകാരെ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഓരോരോ ക്ലാസ്സും ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ കമന്റ് ചെയ്യണം. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എന്തായാലും കമന്റ് അറിയിക്കുക. അപ്പൊ നമ്മളൊക്കെ ഇതാണ് നമ്മുടെ ലെസന്റെ പേര്, ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളുടെ. ജസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാനുള്ളതുള്ളൂ കേട്ടോ. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി പൗരരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതും അതിലൂടെ അന്തസ്സുറ്റ ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതുമായ സംവിധാനം കൂടിയാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ സംസ്ഥാപനത്തിനും അതിന്റെ സർവതല സ്പർശിയായ വ്യാപനത്തിനും വേണ്ടി ഭരണഘടനാനുസൃതം നിലവിൽ വന്ന പല സ്ഥാപനങ്ങളും പ്രവചിച്ചു. അത് പഠിക്കാനൊന്നുമില്ല. നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. മക്കളെ ഇവിടെ നോക്കുക, ഇങ്ങനെ ഒരു ബോക്സ് പേപ്പർ കട്ടിംഗ് ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തുന്ന പിന്നാക്ക വിഭാഗ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ മനുഷ്യാവകാശ ലംഘനം, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ അവകാശം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി, കണ്ടോ ഇതൊക്കെ ആയിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. കാരണം ഇതിൽ എന്താണ്, ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, ഭരണഘടന ഇതര സ്ഥാപനങ്ങളുണ്ട് അല്ലെ. ഭരണഘടന ആർട്ടിക്കിളോട് കൂടി നിലവിൽ വന്ന സ്ഥാപനങ്ങളുണ്ട്, അല്ലാതെ വന്നതുണ്ട്. ഇപ്പൊ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, ഇതൊക്കെ എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ എന്താണ്, ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. കാരണം ഇവയ്ക്ക് ഒരു പ്രത്യേക ആർട്ടിക്കിൾ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആർട്ടിക്കിൾ ഒന്നും ഇല്ലാതെ ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളിലൂടെ സ്ഥാപിതമായിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ അല്ലെ, അങ്ങനെ കുറച്ച് കമ്മീഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിയമം മൂലം സ്ഥാപിതമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് മാറ്റമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രസ്തുത സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം അല്ലെ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയം ഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം എവിടെ തന്നെയാണ്, അത് ഭരണഘടന തന്നെയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് എന്ത് കൊണ്ടുവരണം, ഭരണഘടന ഭേദഗതി അനിവാര്യമാണ് അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയെല്ലാം എന്തെങ്കിലും അതിലെ അധികാരങ്ങളോ അല്ലെങ്കിൽ അവയുടെ ഘടനയിലോ ഒക്കെ മാറ്റം വരുത്താൻ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. എന്നാൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ അല്ലെ. ഇവയ്ക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടനാ പദവി എന്ത് ചെയ്യാറുണ്ട്, ലഭിക്കാറും ഉണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നമ്മുടെ രാജ്യത്തെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. അരികുവൽക്കരിക്കപ്പെട്ടവരും എന്ന് പറഞ്ഞാൽ എന്താണ്,
താഴേക്കിടയിൽ കിടക്കുന്നവര്, അതുപോലെ ദുർബലരുമായ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ജനാധിപത്യം വിജയം കൈവരിക്കുകയുള്ളൂ. അതിനായി അത്തരം വിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീതിപൂർവം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ മാത്രമാണോ അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിൽ പ്രവർത്തിക്കുന്നത്? അല്ല, ഭരണഘടന ഇതര സ്ഥാപനങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ഓരോ മനുഷ്യന്റെയും അവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ ഇല്ലേ. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഒന്നിനോടൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ച സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ വ്യാപനത്തെ സഹായിക്കുന്നതെന്ന് പരിശോധിക്കാം. അപ്പൊ ഇവിടെ കൂടുതൽ പറയണ്ടല്ലോ, നോക്കാം. ഇനി നമുക്ക് നമ്മുടെ കോർ ഏരിയ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് നോക്കാം. വോട്ട് ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെ. ഇതവിടെ നമ്മുടെ കയ്യിൽ വെക്കുന്നത് വോട്ടിംഗ് മെഷീന് ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ജനാധിപത്യ ഭരണക്രമത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് നിർണായക പങ്കുകൾ അല്ലെ. പോയിന്റ് വരുമ്പോൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും, ശ്രദ്ധിച്ചോളണേ, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് ഏതിലൂടെയാണ്? തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ ഒരു പോയിന്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എന്താണ്? ന്യൂഡൽഹിയാണ്. ഇനി നോക്കിക്കോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പറയാൻ പോകുന്ന ഓരോരോ പോയിന്റ് മക്കൾ നന്നായി ശ്രദ്ധിക്കണേ. നോക്കൂ, ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം. അപ്പൊ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓരോരോ പോയിന്റ് നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം, ഇടയ്ക്ക് റിവിഷൻ ചെയ്യണം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ പഠിച്ചത്? ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? 324 ആണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി മാസം 25-നാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അംഗസംഖ്യ എത്രയാണ്? 3 ആണ് അല്ലെ. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ആരാണ് ഇവരെ നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ്. ആരാണ്? പ്രസിഡന്റ് ആണ്. പഠിച്ചോടാ. ഇനി 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. 5-ാമത്തെ പോയിന്റ് പഠിച്ചോ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി. കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കൂ. ആരെയാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, കമ്മീഷണർമാരെ അല്ല. അതവിടെ ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മളിട്ട് കുഴയ്ക്കും. കേൾക്കുന്നുണ്ടോ? ഇവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉണ്ട്, 2 കമ്മീഷണർമാരും ഉണ്ട്. ഈ മുഖ്യനെ നീക്കം ചെയ്യാൻ എന്ത് വേണം? ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ ആണോ? ഇംപീച്ച്മെന്റ് അല്ലെ. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ സാധിക്കൂ. ഇനി എന്താണ് അടുത്ത പോയിന്റ് പറഞ്ഞത്? കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇവിടെ 8 യൂണിയൻ ടെറിട്ടറീസ് ഇല്ലേ? ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ചണ്ഡീഗഡ്, ഡൽഹി ഇല്ലേ, അങ്ങനെ ദാദ്ര നഗർ ഹവേലി, ദാമാൻ ദിയു, ലഡാക്ക്, ജമ്മു അല്ലെ, ഇതൊക്കെ എന്താണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്? 8 എത്ര സ്റ്റേറ്റ് ആണ്? 28 അല്ലെ. അങ്ങനെ ആ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും എത്ര? 28 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. CEO അല്ലെ. ചീഫ് ഇലക്ടറൽ ഓഫീസർ. മനസ്സിലാക്കണേ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ പ്രവർത്തനങ്ങളെയെല്ലാം
എന്ത് ചെയ്യുന്നത്? ഏകോപിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇത്രയും പോയിന്റുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പോയിന്റ് ഈ ഒരു സ്ലൈഡിൽ മാത്രം കേട്ടോ ഇത് പഠിക്കുന്നത്. ഇനിയുണ്ട് ഇഷ്ടംപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ പഠിച്ചു കണ്ടോ? ഞാൻ ഈ പാരഗ്രാഫിൽ നിന്നുള്ളതെല്ലാം ഇവിടെ എടുത്തു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. നോക്കിക്കേ, ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ ഒപ്പം പഠിച്ചു വന്ന് റിവിഷൻ ചെയ്തോ. ആർട്ടിക്കിൾ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 324 നിലവിൽ വന്നത് 1950 ജനുവരി 25. രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു. അംഗസംഖ്യ 3 പേര്, ചെയർമാൻ ഉൾപ്പെടെ അല്ലെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ 2 അല്ലെ, പിന്നെ കമ്മീഷണറും 2 അംഗങ്ങളും 3 പേര്. പ്രസിഡന്റ് ആണ് ഇവരെ നിയമിക്കുന്നത്. പഠിച്ചല്ലോ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അവരുടെ കാലാവധി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അവിടെ ശ്രദ്ധിക്കണേ, കമ്മീഷൻ 3 പേരെ നീക്കം ചെയ്യുന്നില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിലും കമ്മീഷനിലെ അല്ലെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. ഈ 7 പോയിന്റ് ഇവിടെ പഠിച്ചോ, ഇനി മാറില്ലല്ലോ. ജനാധിപത്യത്തിന്റെ സംസ്ഥാപനത്തിനായി രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വളരെ സുപ്രധാനമായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് സുകുമാർ സെൻ. എങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കറണ്ട് അഫെയറിൽ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ആരാണ്? ഗ്യാനേഷ് കുമാർ. പഠിക്കണേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നോക്കൂ, ദാ ഈ 3 ബോക്സ് ഇവര് സംസാരിക്കും. നോക്കൂ, എനിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 18 വയസ്സ്. നോട്ട് ചെയ്യണം. നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും ഒക്കെ ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മൾ കാണുമ്പോൾ സംസാരിച്ച് നിൽക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് തോന്നരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഠിച്ചോളണം. ഇനി നമ്മൾ പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച്മെന്റിലൂടെയാണ് നോക്കുന്നത് പറഞ്ഞു അല്ലേ, അതായത് പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. നോക്കൂ, ദാ നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് സംഭാഷണത്തിൽ നിന്നും വ്യക്തമായല്ലോ. മറ്റെന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകൾ നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണ് ഇംപീച്ച്മെന്റ്? ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്? ഭരണഘടനാ പദവികളിൽ, വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചോ, പോയിന്റ് ശ്രദ്ധിച്ചോ, ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ, നമ്മൾ പറഞ്ഞില്ലേ ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324 എന്ന് പറഞ്ഞു അല്ലെ, അങ്ങനെ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. ഓക്കെയാണോ? ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. മറക്കരുത്. നെക്സ്റ്റ് നോക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഞാൻ എങ്ങനെയാ പറയാ നിങ്ങളോട്? ഇനി എത്ര ഇമ്പോർട്ടന്റ് പറയണമെന്ന് എനിക്കറിയില്ല. സ്റ്റാർ ഇട്ട് വെക്കുന്നു, പഠിച്ചോളണം കേട്ടോ. എന്നും ഈ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ ഒന്നാമത്തെ ചുമതല. 2 രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ അംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ് ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതൊക്കെ ആരാ? അത് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഓർഡർ തന്നെ പഠിക്കണേ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും, അത് കഴിഞ്ഞിട്ട് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും, സൂക്ഷ്മ പരിശോധന അതിന്മേൽ നടത്തും, നാമനിർദ്ദേശ പത്രിക
അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കൽ, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഡ്യൂട്ടികൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. മനസ്സിലായോ? തെരഞ്ഞെടുപ്പ് സംവിധാനം നല്ല രീതിയിൽ കാര്യക്ഷമമാക്കാനും നമ്മുടെ ജനപങ്കാളിത്തം ഉള്ളതാക്കി മാറ്റാനും എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് നല്ല രീതിയിൽ സങ്കീർണവും വിപുലവുമാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവചിക്കാൻ വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബഹുജന പങ്കാളിത്തം ഉള്ളതാക്കി മാറ്റാനും വേണ്ടിയിട്ട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമങ്ങളാണ് 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. 324 നമ്മൾ പറഞ്ഞു അല്ലെ. 324 നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. 326 എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ലെ. 18 വയസ്സ് എന്നുള്ളത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചിട്ടാണ് ഏത് പറയുന്നത്? 326. എങ്കിൽ 327 നമ്മളിപ്പോ പറഞ്ഞു 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത് 327 വകുപ്പ് അനുസരിച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. നമുക്ക് നിയമങ്ങളെ കുറിച്ചിട്ട് പരിചയപ്പെടാം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. 50ലെ എന്താണ് ജനപ്രാതിനിധ്യ നിയമം, 51ലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ 50ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓക്കെയാണോ? ഇനി നമുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നോക്കാം. എന്നിട്ട് 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമത്തെ കുറിച്ച് പഠിക്കാം കേട്ടോ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭേദഗതികളിലൂടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 73, 74 അല്ലെ, പഞ്ചായത്തി രാജ് നിയമം, നഗരപാലിക നിയമം അല്ലെ, ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഭേദഗതി ഏതാണ്? ഭരണഘടനാ ഭേദഗതി 73, 74 പഠിച്ചു വെക്കണേ. ഭരണഘടനയുടെ 243 ആർട്ടിക്കിൾ ഏതാണ്? 243 പിന്നെ 243 ZA കേട്ടോ. എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ എത്രയാ പറഞ്ഞത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324. എങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 243. എന്തെങ്കിലുമൊക്കെ നമ്പർ ഉണ്ടോ? ഈ നമ്പർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? 3, 2, 4 അല്ലെ, ഒരേ നമ്പറുകൾ തന്നെയാണ് അല്ലെ, പക്ഷെ അതിനെ തിരിച്ച് വന്നിരിക്കുകയാണ് അല്ലെ. 243 243 ZA സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നിയന്ത്രണം തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ മാസം 3-നാണ്. ഓക്കെയാണോ? അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ പഠിച്ചത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോ എന്ന് പഠിച്ചു അല്ലെ. നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ഡിസംബർ മാസം 3 ആണോ? 93 ഡിസംബർ 3. ആർട്ടിക്കിൾ 243 243 ZA ഏതാണ് ഭേദഗതി? 73, 74. എന്താ 73, 74 ഭേദഗതിന്റെ പ്രത്യേകത? എന്താണ് ഈ
ഇതിന്റെ പ്രത്യേകത എന്താണ്? 273 പഞ്ചായത്തി രാജ് നിയമം വന്നതും 74 നഗരപാലിക നിയമം നിലവിൽ വന്നതും ഒക്കെ എന്താണ്? ഈ ഭേദഗതികളിലൂടെയാണ്. അതേപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതും 73, 24 ഭേദഗതികളോടെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ ആണോ? എങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? ഷാജഹാൻ ആണ് അല്ലേ? ആരാണ്? ഷാജഹാൻ. ഇപ്പോഴത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാൻ. ഓക്കെ ആണോ? ഷാജഹാൻ അല്ലേ? ഷാജഹാൻ. അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറയും അല്ലേ? അതും പഠിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് ഓർമ്മയില്ലേ? ഷാജഹാൻ ട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ചു, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. അതേപോലെ നമ്മുടെ കേരള സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാ? കേരള സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? പ്രണബ് ജ്യോതിനാഥ് അല്ലേ? ആരാണ്? പ്രണബ് ജ്യോതിനാഥ് കേട്ടോ. പഠിക്കണേ. ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യയുള്ളതുമായ, ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ, ഉയർന്ന ജനസംഖ്യയുള്ളതുമായ രാജ്യത്തെ ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കാണുള്ളത്. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കുക എന്ന കർത്തവ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത് അല്ലെ? ഇപ്പൊ നമ്മൾ ഓരോ മേഖല എടുത്താലും അവിടെ ജാതിപരമായിട്ടാണെങ്കിലും ലിംഗപരമായിട്ടാണെങ്കിലും ഭരണപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും ഒക്കെ ഓരോ വിഭാഗങ്ങളെ മാറ്റി നിർത്താനല്ലേ? പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ പറ്റുമോ? കറുത്തവൻ വന്ന് വോട്ട് ചെയ്യണ്ട എന്നോ, വെളുത്തവൻ ന് മാത്രമേ പറ്റുള്ളൂ എന്നോ, സാമ്പത്തികമുള്ളവൻ മാത്രം ചെയ്താൽ എന്തെങ്കിലും ഒരു വേർതിരിവ് കാണിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? അപ്പൊ എല്ലാ മേഖലയിലും ഒത്തുചേർക്കുന്ന ഒരു കണ്ണിയാണ് ഏത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിലെ വിവിധ തലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളുടെ സുതാര്യവും നീതിയുക്തവുമായ നിർവഹണത്തിലൂടെ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ജനാധിപത്യപരമായി കൂടുതൽ ശക്തവും അർത്ഥപൂർണമാക്കുന്നു. സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നമ്മൾ നോക്കിയില്ലേ? ഇനി അങ്ങനെ നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിച്ചു, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിച്ചു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പഠിച്ചതൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ. 3 പേരാണ് അംഗസംഖ്യ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ് എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 324 ആണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി എന്ന് പറഞ്ഞു. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. അത് പഠിച്ചു. നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തി. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950 ജനുവരി 25 നിലവിൽ വന്നു. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ എപ്പോഴാണ്? 1993 എന്ന സംഖ്യ ഓർക്കുക, ഡിസംബർ 3. ഓക്കെ ആണോ? 243 യും 243 ZA ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വന്നു അല്ലെ? ഇനി നോക്കാം EVM നോക്കാം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാകുന്നതിനും തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. പഠിച്ചോളണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1982. എന്താ 1982ന്റെ പ്രത്യേകത? കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1982 എവിടെയാണ്? കേരളത്തിലെ പറവൂർ കേട്ടോ. കേരളത്തിലെ പറവൂരിലാണ് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആരംഭിച്ചത്. ഇപ്പൊ 82 ഓർക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നബാർഡ് നിലവിൽ വന്നത് 1982 അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നബാർഡും അതേപോലെ EVM കേട്ടോ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും 1982 ഓർക്കുക.
2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ആദ്യം ഉപയോഗിച്ചത്. പിന്നെ 2004 1982 കഴിഞ്ഞ് 2004 ആയപ്പോഴാണ് 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞത് കേട്ടോ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തൊക്കെ യൂണിറ്റ് ഉണ്ട്? ഒന്ന് കൺട്രോൾ യൂണിറ്റ് അല്ലെ, CU ഉണ്ട്, അതുപോലെ ബാലറ്റ് യൂണിറ്റും ഉണ്ട് കേട്ടോ. എന്നീ 2 യൂണിറ്റുകളാണ് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. VVPAT കേട്ടോ, VVPAT. എന്തിനാണ് VVPAT? സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. എന്താ VVPATന്റെ ഫുൾ ഫോം? വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു. എന്തൊക്കെ പ്രത്യേകതയുണ്ട്? വേഗത വർദ്ധിപ്പിക്കാം, സുതാര്യത കൊണ്ടുവരാം, ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാം, തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാം. ഇതൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഗുണങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞു 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമത്തിൽ അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് നോക്കാം. അതിനു മുൻപ് ഈ ഒരു ബോക്സ് ഒന്ന് നോക്കണേ. ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ, ജനുവരി 25. പഠിച്ചു വെക്കണേ. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2011 മുതൽ കേട്ടോ, 2011 മുതലാണ് ആചരിച്ചു വരുന്നത്. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് ജനുവരി 25. ചോദിക്കാം, ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായിട്ട് തെരഞ്ഞെടുക്കാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനമായിരുന്നു. ഓക്കെ, 4ാമത്തെ പോയിന്റ് പഠിച്ചോ. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളികളാക്കുന്നതിനും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനുമാണ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റിൽ എന്തൊക്കെയുണ്ട്? ഈ ബോക്സില് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം 2011 മുതലാണ് ആചരിച്ചു വരുന്നത്. 1950 ജനുവരി 25 ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. അതിന്റെ ആചരണ പ്രകാരമാണ് ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് തെരഞ്ഞെടുത്തത്. അത്രയും കാര്യങ്ങൾ അവിടെ നോക്കാം. ഇനി 1950 ജനപ്രാതിനിധ്യ നിയമവും ചോദിച്ചു കഴിഞ്ഞിട്ട് അതൊന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് പഠിക്കാം. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളെയും, ശ്രദ്ധിക്കണേ, 1 പാർലമെന്റ്, 2 സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും ഒന്നാമത്തെ പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കണേ. എന്തിനൊക്കെയാണ് 1950 ജനപ്രാതിനിധ്യ നിയമം കൊണ്ടുവന്നത് ചോദിച്ചാൽ 1 നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950 ജനപ്രാതിനിധ്യ നിയമം. ഈ ബ്ലൂ കിട്ടതൊന്ന് നോക്കിക്കേ. ഈ ബ്ലൂവിൽ വരുന്നത് മാത്രം ഒന്ന് നോക്കിക്കേ. 1950 ജനപ്രാതിനിധ്യ നിയമം നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കാൻ, 1 അതിന്റെ അതിർത്തി പുനർനിർണയിക്കാൻ, വോട്ടർ പട്ടിക തയ്യാറാക്കാൻ. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. പഠിക്കണേ, എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും എന്താണ്? ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു നിയോജക മണ്ഡലങ്ങളിലാണല്ലേ മെയിൻ ആയിട്ട് ജനപ്രാതിനിധ്യ നിയമത്തിൽ വരുന്നത്. അപ്പൊ ആ നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയവ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ നിയോജക മണ്ഡലം, ഇപ്പൊ നമ്മൾക്ക് ഒരു എക്സാം ഹാളിൽ ഇപ്പൊ 50ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമത്തെ താഴെ തന്നിട്ടുള്ളതിൽ 51ലെ ജനപ്രാതിനിധ്യ നിയമത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് 50ൽ കിടക്കുന്നതൊക്കെ ആയിരിക്കാം, താഴെ ഓപ്ഷനിൽ കിടക്കാം. അപ്പൊ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ നമ്മൾ 50, 51 അങ്ങനെയല്ലേ പഠിക്കുന്നത്. അപ്പൊ 50ൽ എന്താണ്? നിയോജക മണ്ഡലങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ. നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിന് ശ്രദ്ധിച്ചോളണം. 1 നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, അതിർത്തി പുനർനിർണയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഇതൊക്കെ എന്താണ്? ഇതിന്റെ ലക്ഷ്യങ്ങളാണ്. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണ് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ്, പിന്നെ ഓഫീസർമാരെ കുറിച്ചിട്ടൊക്കെ അല്ലെ. നിയോജക മണ്ഡലങ്ങളുടെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഓഫീസർമാർ വരുന്നുണ്ട്. ആയിരിക്കാം നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എല്ലാം ഇതിലാണ് വരുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, ഇതൊക്കെ എന്താ?
1950 ജനപ്രാതിനിധ്യ നിയമത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫോൺ ക്ലാസ് എടുക്കാൻ തുടങ്ങി അപ്പൊ ഫോൺ അതുവരെ ഫോണിന് ഒരു അനക്കം ഉണ്ടായില്ല. ഫോണിൽ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ സൈലന്റ് ആക്കിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 50 ജനപ്രാതിനിധ്യ നിയമം നിയോജക മണ്ഡലങ്ങളും ഓഫീസർമാരുമാണ് മനസ്സിലാക്കുക കേട്ടോ. നിയോജക മണ്ഡലങ്ങൾ ഓഫീസർമാർ അതാണ് 50. ഇനി 51 എന്താ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ജനപ്രാതിനിധ്യ നിയമം 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 നോക്കാം. 50 നമ്മൾ പഠിച്ചല്ലോ. 50 എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പിന്നെ ഓഫീസർമാരുടെ നിയമനം അല്ലേ, ഇതാണ് രണ്ടെണ്ണം അതിൽ മെയിൻ ആയിട്ട് പഠിക്കുക. കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം. 1 യോഗ്യത പഠിച്ചു വെച്ചോളനെ. യോഗ്യത ഏതിലാണ്? 1951 തർക്ക പരിഹാരങ്ങൾ യോഗ്യതയുള്ളവർക്കാണ് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് കണക്കാക്കുക കേട്ടോ. 1951 ജനപ്രാതിനിധ്യ നിയമം. ഈ നിയമത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓക്കെ, തർക്ക പരിഹാരം, കുറ്റകൃത്യം, പിന്നെ പാർലമെന്റിനെയും സംസ്ഥാന നിയമസഭകളെയും അംഗങ്ങളെ അയോഗ്യരാക്കില്ല. യോഗ്യത അതൊക്കെ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും. ഓക്കെ, ഇവരുടെയൊക്കെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ 50, അവരുടെയൊക്കെ യോഗ്യതയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, യോഗ്യതയുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ അവരുടെ ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഏതിലാ വരുന്നത്? 51. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചിട്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ ഒക്കെയാണോ, രജിസ്ട്രേഷനെ കുറിച്ചിട്ടും എന്ത് പറയുന്നുണ്ട്? 51 പറയുന്നുണ്ട്. അതേപോലെ ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഏത് സംഘടനയാണോ, ഒരു ഓർഗനൈസേഷൻ വന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് മാറുക എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആകാൻ പാടില്ല കേട്ടോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുള്ളൂ. എങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം കൊടുക്കുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മൾ നേരത്തെ പഠിച്ചാണ്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെയാണോ? അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ 51 പറയുന്നുണ്ട് അല്ലെ. അപ്പൊ 50 നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട അതിർത്തികളും ആയി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ എല്ലാ ഓഫീസർമാരുടെയും എന്താണ് നിയമനത്തെ കുറിച്ചിട്ട് പറയുന്നത് 50 51 ഇവരുടെയൊക്കെ യോഗ്യത, തർക്ക പരിഹാരങ്ങൾ, കുറ്റകൃത്യം, അതുപോലെ അവരുടെ ചുമതലകള്, ദേശീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ, ഇതൊക്കെ ഏതിലാ വരുന്നത്? 51. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ ഇതോടുകൂടിയിട്ട് എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പഠിച്ചു, ദേശീയ സമ്മതിദായകരെ പഠിച്ചു, ജനപ്രാതിനിധ്യ നിയമം 50, 51 തമ്മിലുള്ള വേർതിരിവുകൾ പഠിച്ചു. ഓക്കെയാണോ? അപ്പൊ ഇതിന്റെ ബാലൻസ് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. നമ്മുടെ ചാനൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ എൻ്റെ മക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ടൊന്ന് ക്ലാസ്സുകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ഗുണമുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്ന്. അടുത്ത എക്സാമിന്, എക്സാമിന് നിങ്ങൾക്ക് മുൻനിര റാങ്കുകളിൽ എത്തിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ചും അതൊന്നും ഇട്ടിരിക്കുന്നത് ഓർഡറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം, അതായത് നിങ്ങൾക്ക് ഇഷ്ടം, എന്താ പറയുക, ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ രീതിയിൽ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ഇനി മനുഷ്യാവകാശ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും എല്ലാ കമ്മീഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്ലാസ്സിന്റെ ബാലൻസ് വരുന്നുണ്ട്. പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ബൈ.